നമ്മളെക്കൊണ്ട് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളും കൊതികളൊക്കെ ആണെങ്കിൽ പിന്നേക്ക് മാറ്റി വെക്കരുത് കേട്ടോ. പിന്നേക്ക് മാറ്റി വെച്ചാലേ നിലവിളക്കിൻ്റെ മുന്നിൽ ഇതുപോലെ നല്ല നാക്കലൊക്കെ മുറിച്ചിട്ടിട്ട് നല്ല മണമൊക്കെ നമുക്ക് അടിച്ച് ആഗ്രഹമൊക്കെ വരുമ്പോഴേക്ക് അവർ വാതിലിൽ 3 മുട്ട് മുട്ടി ചിക്കൻ കാലും കടിച്ച് കുറച്ച് അവരങ്ങ് പോകും കേട്ടോ. ആന്ന് പിന്നെ അതുപോലെ നല്ല ഇല വാട്ടിയെടുത്ത് അതിൽ കുറച്ച് ചോറും നല്ല കുറച്ച് ബീട്രൂട്ട് പേരിയല്ല കേട്ടോ, കുറച്ച് നല്ല ചുവന്ന ചീരപ്പേരിയോ നല്ല ചമ്മന്തി മാങ്ങ ചമ്മന്തിയും കുറച്ച് മാങ്ങ അച്ചാറും കുറച്ച് അയില വറുത്തതെല്ലാം കൂടെ. പിന്നെ ആഗ്രഹമല്ലേ, ആഗ്രഹത്തിന് കുറച്ച് നേരത്തേക്ക് അങ്ങോട്ട് മടക്കി പൂട്ടി അങ്ങോട്ട് വെക്കുക കേട്ടോ. ഒരു 5-10 മിനിറ്റ് വെച്ചാലും മതിയിട്ട്, നമ്മളെ ആഗ്രഹമല്ലേ അതങ്ങ് തീർന്ന് കിട്ടട്ടെ എന്നല്ലേ. അപ്പോൾ അതുപോലെ 5-10 മിനിറ്റ് ആഗ്രഹം അങ്ങ് മടക്കി പൂട്ടി വെക്കുക കേട്ടോ. പിന്നെ അതാ മക്കളൊക്കെ എല്ലാവരെയും കൂടി കൂട്ടിയിട്ട് അങ്ങ് തുറക്കുകയല്ല, തുറക്കുമ്പോൾ ഒരു മണമുണ്ട് എൻ്റെ പൊന്നോ. പിന്നെ അതിലേക്ക് ഒഴിക്കാൻ നല്ല ചക്കക്കുരു മാങ്ങയും കറിയും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താ പൊതിച്ചോറിൽ മുട്ട ഇല്ലാത്തത് നോക്കണ്ട, ഇവിടെ മുട്ട വിരോധികൾ 1-2 ആളുണ്ട്. ആരാധ്യമൊക്കൊന്നും മുട്ട വലിയ ഇഷ്ടമല്ല കേട്ടോ, മീനും വലിയ ഇഷ്ടമല്ല. പിന്നെ ഞാൻ മീൻ കൊതിച്ചായതുകൊണ്ട് മീൻ വെച്ചെന്ന് മാത്രം കേട്ടോ. അപ്പോൾ എല്ലാം കൂടി കുഴച്ച് ആദ്യത്തെ ഇതിൽ മീൻ വെച്ചോണ്ട് ആരാധ്യമൊക്കെ വേണ്ട, കുഞ്ഞു പെണ്ണിനാണെങ്കിൽ മീൻ മാത്രം മതി, ചോറ് വേണ്ട. അപ്പോൾ ആദ്യത്തെ 2 ഉരുളയും ഞാൻ വെച്ചിട്ടോ. പിന്നെ ആരാധ്യമൊക്കെ കൊടുത്ത്, കുഞ്ഞു പെണ്ണിനാണെങ്കിൽ മീൻ മാത്രം മതി, കുഞ്ഞു പെണ്ണിന് അങ്ങനെ മീനും കൊടുത്തു കേട്ടോ. പിന്നെ അവരായി അവരെ പാടായി ചോറ് അവർക്കൊക്കെ വിട്ട് കൊടുത്തിട്ടുണ്ട്, അവർ കഴിച്ചിട്ട്. പിന്നെ ബാക്കിയുള്ളത് ഞാനും കുഞ്ഞു പെണ്ണും കൂടെ വടിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞിപ്പെണ്ണ് പറയും സദ്യ കഴിഞ്ഞിട്ട് ഇനി ഇലയിൽ അടപ്രഥമൻ വിളമ്പിയില്ലല്ലോ എന്ന്. കുഞ്ഞിപ്പെണ്ണിൻ്റെ വക നല്ല മാങ്ങയും ചക്കക്കുരു ഇട്ട് ശർക്കര ഇല്ലാതെ അടപ്രഥമൻ വിളമ്പിയിട്ട് ഒരു പപ്പടത്തിൻ്റെ കുറവും കൂടി ഉണ്ടായിരുന്നില്ലേ അടപ്രഥമന്. സാരമല്ല, അടുത്തതിനാവട്ടെ അല്ലേ. അപ്പോൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.